സേഫ്റ്റി വാൽവിനെ കുറിച്ച് 1-2 പേര് കമന്റിൽ ചോദിച്ചായിരുന്നു. ഇതിലേക്ക് പ്രഷർ വന്നത് പൊട്ടിപ്പോണം. അപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു മാർഗം ഞാൻ പറയണത്, ഒരു 0-യിൽ നിന്നാണ് നമ്മൾ തുടങ്ങണം. ശരിക്കും ഉപ്പൊഴിക്കുവാണേ, തെറിക്കും. നഴ്സറി പോയിട്ടില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നല്ല മഴയല്ലേ, ചൂട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മഴ വന്നപ്പോൾ തകർത്ത് മഴയത്ത് ദേ കഷ്ടിച്ച ആ മുക്കൂറ്റിയൊക്കെ ഒന്ന് വിരിഞ്ഞ് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദേ ഇത് അപ്പം എടുത്ത പിക്ചറാണ് കേട്ടോ. നമ്മുടെ കാശാവ് ചെടി പുഷ്പിച്ചു, പക്ഷെ മഴയത്തായതുകൊണ്ട് ആകെ നനഞ്ഞു കുതിർന്നിരിക്കുക. പക്ഷെ അതിനൊരു ഭംഗിയുണ്ട് അല്ലേ. ദേ ഇതെന്താണെന്നറിയോ, ചുവന്ന ഇഞ്ചിയുടെ ചെടിയാണ് കേട്ടോ. ഇത് പറിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ ഇഞ്ചിയുടെ ആ കിഴങ്ങില്ലേ, അതിന് ചുവന്ന നിറമായിരിക്കും കാണാനായിട്ട്. ഇപ്പം ഇങ്ങനെ തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്ന കാരണം എപ്പോഴും ചൂടുള്ള ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളൊരു ഫീലായിരിക്കും അല്ലേ. അപ്പോൾ മഴയുള്ളൊരു ദിവസം ഞങ്ങൾ എന്തൊക്കെ ചൂട് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെയാണ് കഴിക്കണതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാം കേട്ടോ. രാവിലെ ഞാൻ കഴിച്ച എന്താണെന്നറിയോ, നല്ല കുരുമുളകൊക്കെ മുരിച്ചെടുത്ത സോസേജാണ്, കൂടെ നെയ്യിൽ മുരിച്ച ബ്രെഡും ഉണ്ട്, പിന്നെ കച്ചപ്പും ഉണ്ട്. ആവി പറക്കണ ചൂടും കൂടി ഉള്ളതുകൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. മത്തങ്ങയും കിട്ടി, പപ്പായയും കിട്ടി. കുറെ ഉണ്ടല്ലോ പപ്പായ. ഇനി എന്തെങ്കിലും ഉണ്ടോ? പാലമ്മ കൊണ്ടുപോയി വേഗം തന്നെ. മത്തങ്ങ വലിയ കോന്താട്ടോ. 1 മാസം സൂപ്പ് കഴിക്കാനുള്ളതുണ്ടെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് കറി വെക്കാൻ വേണമെന്ന് പറഞ്ഞു. ആണോ? ഇത് 1/2 കിലോ ഉണ്ടോ? അങ്ങനെ മുറിച്ച് തരുമല്ലേ? ഇത് എല്ലായിടത്തും അങ്ങനെ മുറിച്ച് കിട്ടൂല. എന്നാ ചിലപ്പോ ചോദിച്ചാ മുറിച്ച് തരുമായിരിക്കും. പ്രഷർ കുക്കറിന്റെ വാഷർ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സേഫ്റ്റി വാൽവിനെ കുറിച്ച് 1-2 പേര് കമന്റിൽ ചോദിച്ചായിരുന്നു. ഇതാണ് സേഫ്റ്റി വാൽവ് എന്ന് പറയുന്നത്. അതിന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു മറുപടി എനിക്ക് പറയാൻ അറിയില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മൾ എപ്പോഴും കുക്കർ കഴുകി എന്ത് സാധനം വേവിക്കാൻ നേരത്തും ഇതില്ലേ, ഇതിലൊരു ഈർക്കിളിയിട്ട് കുത്തി നോക്കണം, എയർ പോവാൻ സാധ്യതയുണ്ട്, എന്തെങ്കിലും അകത്ത് അടങ്ങിയിരിപ്പുണ്ടോന്ന്. കഴുകി കഴിഞ്ഞാലും ചില ഭക്ഷണ സാധനങ്ങൾ വേവിച്ചു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും തടഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇതും ചെക്ക് ചെയ്യണം. കാരണം ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിലൂടെ എയർ പോകണമെങ്കിൽ അവിടെ ഫ്ലോ എയർ വരണം എന്നുണ്ടെങ്കിൽ തടസ്സം പാടില്ല. അങ്ങനെ തടസ്സം വന്ന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ഇതിലേക്ക് പ്രഷർ വന്നത് പൊട്ടിപ്പോണത്. അപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു മാർഗം ഞാൻ പറയണത്, ഇത് മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. അതായത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോ ഈ വെയിറ്റ് ഇടണ ആ ഹോള് ക്ലിയർ ആണോ എന്ന് നോക്കുക. പിന്നെ അതുപോലെ വെയിറ്റും ചെക്ക് ചെയ്യുക, വെയിറ്റിന്റെ അകമൊക്കെ നീറ്റ് ആണോ എന്നുള്ളത്. അപ്പൊ അത് മാത്രമേ എനിക്കറിയാവുള്ളൂ. പിന്നെ ഈ വെയിറ്റ് തുറന്ന് ക്ലീനിങ് ഉണ്ട് കേട്ടോ. അത് ഞാൻ എപ്പോഴും ഒന്നും ചെയ്യാറില്ല, ചെയ്യണം, നല്ലതാണ്. ഞാൻ എപ്പോഴും ചെയ്യാറില്ല കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലൊക്കെ തുറന്ന് എന്തെങ്കിലും മാലിന്യം ഉണ്ടെങ്കിൽ നീറ്റ് ആക്കുള്ളൂ. ഇത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ. ഇങ്ങനെ തുറന്നു അത് ഞാനങ്ങനെ തുറക്കാറില്ല. അത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഴുക്കുണ്ടെങ്കിൽ അത് നീറ്റ് ആക്കി വെച്ച് വെക്കാം. അപ്പൊ എയർ പോയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവൂല്ലോ. അല്ല, ആവി വന്നില്ലെങ്കിൽ ഇതിൽ പ്രശ്നം ഉണ്ടാവൂല്ലോ. അപ്പൊ സ്റ്റീം കറക്റ്റ് ആയിട്ട് പോവാൻ ഇട വന്നു കഴിഞ്ഞാൽ ഇതിന് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അത്ര എനിക്ക് പറഞ്ഞു തരാൻ അറിയാവുള്ളൂ. പിന്നെ നിങ്ങൾ കേൾക്കണവരായ ആർക്കെങ്കിലും ഇതിന്റെ അറിവുകൾ കൂടുതലുണ്ടാകും ചിലപ്പോൾ. എങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. പിന്നെ നമ്മൾ പരിപ്പൊക്കെ വേവിക്കുമ്പോൾ ഈ കൊഴുപ്പുള്ള സാധനമല്ല, ഞാൻ പറയാറില്ലേ, വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചു കഴിഞ്ഞാൽ തൂളിപ്പോവില്ല, പ്രശ്നമൊന്നും ഉണ്ടാവൂല. നമ്മൾ പറയുന്നത് നമ്മളുടെ അനുഭവത്തിൽ നിന്നുള്ള ഇതാണ് കേട്ടോ. നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യാൻ നമ്മൾ ഒരിക്കലും പറയില്ല. നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ എത്ര വർഷമായി പ്രഷർ കുക്കർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അമ്മ? 33. അപ്പൊ ഈ 33 വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഉൾക്കൊണ്ട ചില അറിവുകൾ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് സ്പെസിഫിക് ആയിട്ട് നല്ല സ്റ്റേൺ ആയിട്ട് നിന്ന് നിങ്ങളോട് പറയുള്ളൂ. ചെയ്ത കാര്യങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെന്ന് പറയും, നെഗറ്റീവ് ആണെങ്കിൽ അത് ഫ്ലോപ്പ് ആയി പോയി നെഗറ്റീവ് ആണെന്ന് പറയും, കാണിക്കുകയും ചെയ്യും. അതിന് നമ്മൾ മടി വിചാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിങ്ങളോട് ഞാൻ ചെയ്യണത് വലിയ തെറ്റാ. ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളെ തുറന്ന് ഞാൻ കാണിക്കുന്നു. അതുപോലെ എനിക്ക് എന്തറിയാം എന്നുള്ളത് ഞാൻ തുറന്നു പറയുന്നു. അറിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാറുണ്ട്, എനിക്ക് ഷെയർ ചെയ്ത് തന്നെ. അപ്പൊ എനിക്കും ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് കിട്ടുന്ന അറിവുകളാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എല്ലാവരോടും ചോദിക്കും, അയൽപക്കത്തുള്ളവരോട് ചോദിക്കും,
ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഒത്തിരി അറിവുകളുണ്ടാവും. അവരോട് പല കാര്യങ്ങളും ചോദിക്കും. പിന്നെ ഇവിടുത്തെ ജ്യേഷ്ഠാനിയന്മാരുടെ ചേച്ചിമാരോട് എല്ലാവരോടും ചോദിക്കും. പിന്നെ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരോട് എല്ലാവരോടും ചോദിക്കും. ഞാൻ എങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്ത് പ്രായമായവർക്ക് കൂടുതൽ പല കാര്യങ്ങളെ പറ്റി അറിയാൻ പറ്റൂലേ. തന്നെയല്ല പ്രായമായവർക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്കും നമ്മളിലും പല അറിവുകളും കൂടുതലുണ്ടാവും, പല കുക്കിംഗ് കാര്യങ്ങളും. അപ്പൊ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമ്മള് കിച്ചണിൽ ഓരോ കാര്യങ്ങളും ചെയ്യണം. അല്ലാണ്ട് നമ്മൾ ജെനുവിനായിട്ട് ആരും എല്ലാം പഠിച്ചു വന്നവരല്ല, ഒരിക്കലും അല്ല. ഒരു സീറോയിൽ നിന്നാണ് നമ്മൾ തുടങ്ങണം. ജീവിതം തുടങ്ങുന്നത് സീറോയിൽ നിന്നല്ലേ. തുടങ്ങി നമ്മൾ അങ്ങനെ ഓരോ രീതിയിൽ വരണം, അത്രേ ഉള്ളൂ. അപ്പൊ അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുക കാര്യങ്ങൾ. ഉച്ചയ്ക്ക് ദേ എൻ്റെ പതിവ് നല്ല ചൂടോടെ തിളച്ച് വാങ്ങിയ ഓട്സ് കഞ്ഞിയും കറികളാണ് കഴിച്ചേട്ടോ. അപ്പയമ്മൻ ചോറും കറിയാണ് കഴിച്ചു കഴിഞ്ഞാൽ ഞാനോ എഡിറ്റിംഗ്, അപ്പയോ വായനയും ചെറുതായിട്ട് ഞാൻ കട്ടിലേ കിടന്ന 3 ഉണരും. ഓക്കെ. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ അങ്ങ് തുടങ്ങി. ഇപ്പോൾ ഒന്നും പറയണ്ട, പിന്നെ രാത്രി വരെ മഴയോട് മഴയായിരുന്നു. അപ്പൊ ഇങ്ങനെ മഴ പെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കറുമുറ കഴിക്കണ്ടേ? എന്താ വൈകുന്നേരം അമ്മ ഉണ്ടാക്കിയെന്ന് നോക്കിയേ. ഒഴിക്കുവാണേ, തെറിക്കും. ഈ കനം കുറഞ്ഞായിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ വറവല് വന്നത്. അപ്പൊ കറക്റ്റ് അത് നോക്കിയില്ലെങ്കിൽ സാധനം വങ്ങിപ്പോവും. കനയില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാട്ടോ നിങ്ങൾ മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ ഇതിൽ. നിങ്ങൾ കണ്ടല്ലോ ഓൾറെഡി. മുളക് പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ. മസാല മീൻസ് മുളക് പൊടി. ഞാൻ പറയട്ടെ, മുളക് പൊടി ചേർക്കണില്ല, ഉപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം സ്ലൈസറിൽ നേരത്തെ ഒരു വീഡിയോ ഇത് ചെയ്തിട്ടുണ്ട്. സ്ലൈസറിൽ അരിഞ്ഞ കപ്പ വറുത്തത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ മഴയെ പ്രതീക്ഷിച്ച ഒരു കിഴങ്ങിരുന്നത് ഞാനൊന്ന് വറക്കാന്ന് കരുതിയതാട്ടോ. ഇതിപ്പോ ഞങ്ങൾക്ക് വെറുതെ സ്നാക്കായിട്ട് വൈകുന്നേരം കഴിക്കാനുള്ളതേ ഉള്ളൂ, വെച്ചിരിക്കാനൊന്നും ഇല്ല കേട്ടോ. ഓക്കെ. എണ്ണ വാലാൻ വയ്ക്കാം. അമ്മേനി ഒരു ചിപ്സ് സെന്ററിൽ പോയി നിന്നാലോ? സെന്ററിലേക്ക് പോണില്ല. ചിപ്സ് സെന്റർ നടത്താനൊട്ടും ഉദ്ദേശമില്ല. നമ്മുടെ കിച്ചണിലുള്ള ചിപ്സ് സെന്റർ മാത്രമേ ഉള്ളൂ. മോശമില്ല, പക്ഷെ പോവാൻ ഉദ്ദേശമില്ല. നല്ലതാ. ഈ വയസ്സുകാലത്ത് മെനക്കെടണ്ട. അത്ര വയസ്സും പറ്റി ആയിട്ടില്ല. വയസ്സായെങ്കിലും വയസ്സായില്ലെന്നുള്ള പ്രതീക്ഷയിൽ നടക്കുന്നു. പല പ്രതീക്ഷകളും നമ്മളെ നയിച്ചോണ്ടിരിക്കും. അതെ, പ്രതീക്ഷകളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതിലൊരു പ്രതീക്ഷയാണത്. കളിക്കുവാണേ. അടുത്ത പഞ്ചായത്തിലെത്തിയോ? ഞാൻ വിചാരിച്ച അമ്മ അടുത്ത പഞ്ചായത്തിലെത്തിയത്. ചിലപ്പോ ഞാൻ അടുത്ത വാർഡിൽ പോകും. അടുത്ത വാർഡിലേക്ക് പോകും. പഞ്ചായത്ത് ഇത്തിരി കൂടി പോയല്ലേ? പഞ്ചായത്ത്, അടുത്ത പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അമ്മയുടെ പഞ്ചായത്താ. ഇവിടുത്തെ പഞ്ചായത്ത് കഴിഞ്ഞാ പിന്നെ അടുത്ത വാർഡിൽ പോകാൻ വേണമെങ്കിൽ. കായ വറക്കുമ്പോൾ ആകെ ഒരേ ഒരു പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ. കായും കപ്പയും ചേമ്പും. ഒരു ദിവസം നമുക്ക് ചേമ്പ് വറക്കാം കേട്ടോ, നല്ല ടേസ്റ്റാ. തേച്ച് വറക്കാൻ വേണമെങ്കിൽ. മഴയുള്ളപ്പോഴേ ഇതൊക്കെ നല്ലത് വറവല്. അതെ. അങ്ങനെ ചിപ്സൊക്കെ ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ. തീർന്നു മീൻസ് ഉണ്ടാക്കി തീർന്നു. ചിപ്സിനൊരു കുഴപ്പമുണ്ട്, എന്താണെന്നറിയോ? നമ്മൾ എടുക്കുമ്പോൾ ഒരു പിടിയായിട്ട് എടുക്കുള്ളൂ, ഒരെണ്ണായിട്ട് നമ്മൾ എടുക്കൂല അല്ലേ? ഇനി എന്ത് വേണം? എന്ത് വേണമെന്നല്ല, ഇനി തിന്നുക. വേറെ ഒന്നുമില്ല. അമ്മയൊക്കെ കുഞ്ഞായിരുന്നപ്പോ ഈ ചിപ്സ് വറുത്തതൊക്കെ നഴ്സറിയിലൊക്കെ പോകുമ്പോ കൊണ്ടുപോകായിരുന്നു. നഴ്സറി പോയിട്ടില്ല. നിങ്ങളുടെ കാലഘട്ടം പോലെ നഴ്സറി ഒന്നും ഇല്ല. ബാലവാടി ഇല്ല അന്ന് ആശാന്റെ സ്കൂളോ. ആശാന് അക്ഷരം എഴുതിക്കും. ഞാൻ അങ്ങനെ പോയിട്ടില്ല. എന്നെ 1ാം ക്ലാസ്സിൽ അക്ഷരം എഴുതിച്ചത് അന്നമ്മ ടീച്ചറാണ് നെടുങ്ങേലില്. ഇപ്പോഴും ടീച്ചർ ജീവിച്ചിരിപ്പുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എബോവ് 85 ഒക്കെ ഉണ്ടാവും ഏജ്. അപ്പുറംപള്ളിയിൽ ഇടയ്ക്ക് ചെല്ലുമ്പോ ടീച്ചറിന്റെ മക്കളെ കാണാറുണ്ട്. അപ്പയുടെ ഒരു കൊളീക്ക് ഒരു മകൻ, മൂത്ത മകൻ.
അപ്പൊ അക്ഷരം എഴുതിച്ചത് ആ ടീച്ചറാണ്. ഇപ്പോഴും മെമ്മറി ഒക്കെ ആയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അന്ന് സ്കൂൾ കാലഘട്ടത്തില് സ്നാക്സ് കൊണ്ടുപോകലൊന്നുമില്ല. ഞങ്ങളെ വീട്ടിൽ വരുമ്പോഴാണ് ഞങ്ങൾക്ക് വാരിപ്പറക്കി കഴിക്കണം. അത്രയൊക്കെ ഉള്ളൂ ഓർമ്മകൾ. വൈകുന്നേരം സ്നാക്ക് ആയിട്ടാണോ കഴിക്കണേ? ഇനി ഇത് തണുത്ത് കഴിയുമ്പോ എടുത്ത് വെക്കുക. വൈകുന്നേരം സ്നാക്ക് അല്ല, പിറക്കി തിന്നോണ്ട് നടക്കുക. പിന്നെ സ്നാക്കൊന്നുമില്ല. വൈകുന്നേരം സ്നാക്ക് അല്ല കഴിക്കണേ. കപ്പ വെച്ചത്, ചക്ക വെച്ചത്, കോഴിക്കോട്ട, ഇടിയപ്പം, അട, പുട്ട്, അരി പറ്റിച്ചത്, അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അന്നത്തെ വൈകുന്നേരത്തെ പലഹാരങ്ങൾ. ഇച്ചിരി വേവ് കുറവൊന്നും ഇതിലേക്ക് മാറ്റി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ടേസ്റ്റ് ചെയ്ത് നോക്കാനൊന്നുമില്ല, നല്ല സാധനം. സൗണ്ട് കേട്ടല്ലോ. സംഭവം കൊള്ളാം. നല്ല കണ്ടാ തന്നെ അറിയാലോ. വെച്ചതാട്ടോ. കുറച്ച് കഴിയുമ്പോ എല്ലാം വലിഞ്ഞു കിട്ടും. പണ്ടത്തെ ഹോർലിക്സ് കുപ്പി. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വൈകുന്നേര വിശേഷങ്ങൾ. നമുക്കിതിനി കഴിക്കാം. രാത്രി മഴയുടെ ശബ്ദമാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കണേ. ഇത്ര നാളും കേട്ടോണ്ടിരുന്ന ഫാനിന്റെ ശബ്ദമായിരുന്നു, ഇപ്പൊ മഴയുടെ ശബ്ദമായി. 6:50 അമ്മ ഇഡലിയും സാമ്പാറും പുളിയൊക്കെ കഴിഞ്ഞു വന്ന് കഴിക്കുകയാണ്. 6 മണിക്ക് കഴിക്കുന്നത് അന്ന് ഇതുള്ളത് കൊണ്ടാ ഇച്ചിരി വൈകി. വീഡിയോസ് എടുക്കലുണ്ടായിരുന്നോണ്ട് ഇച്ചിരി വൈകിപ്പോയി. മഴക്കാലത്ത് ഡിന്നറിന് മുമ്പായിട്ടുള്ള സ്റ്റാർട്ടറിൽ സൂപ്പ് കഴിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും അങ്ങനെ കഴിക്കാറൊന്നുമല്ല, ഇടയ്ക്കൊക്കെ മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇത്തവണ അപ്പം മത്തങ്ങ വാങ്ങിയതുകൊണ്ട് നല്ല ചൂട് മത്തങ്ങ സൂപ്പ് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു സുഖം ഉണ്ടല്ലോ, ഭയങ്കര സുഖമായിരുന്നു. പ്രത്യേകിച്ച് ഇത്രയും ഇങ്ങനെ മഴ പെയ്യുമ്പോഴേ നല്ലൊരു പ്രത്യേക ഫീലാണ് ആ ചൂടുള്ള ഐറ്റംസൊക്കെ കഴിക്കുന്നത്. പക്ഷെ അമ്മ കഴിക്കില്ല കേട്ടോ, അതാണൊരു പ്രശ്നം. അമ്മയ്ക്ക് എന്തോ പൊതുവേ സൂപ്പ് അത്ര താല്പര്യമില്ല. പിന്നെ മത്തങ്ങ സൂപ്പും കൂടെ അമ്മയ്ക്ക് ആ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയും. ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ. ദേ അമ്മയുടെ റിയാക്ഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം കേട്ടോ അത് കഴിക്കുമ്പോൾ. ഇതൊരു ഹെൽത്തി സൂപ്പാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കൺസിസ്റ്റൻസി വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഡെലീഷ്യസ് യെല്ലോ സൂപ്പാണ്. ഞാനത് ഓഫ് ചെയ്ത് എന്നാന്ന് വെച്ചാൽ വീണ്ടും കുറുകും, അതുകൊണ്ട് ഓഫ് ചെയ്തു കേട്ടോ. വളരെ മിനിമൽ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചൂടോടുകൂടി തണുപ്പുള്ള സമയത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇനി അപ്പയ്ക്ക് ആദ്യം സെർവ് ചെയ്യാം, കാരണം അമ്മയ്ക്ക് അധികം താല്പര്യം ഇല്ലാന്നാ പറഞ്ഞത്. അമ്മയുടെ ഇതുണ്ടോ നമ്മുടെ കാന്താരി? അതിപ്പോ ഇല്ല. അതുണ്ടെങ്കിൽ അതും കൂടി സ്വല്പം ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ അപ്പിറ്റൈസറിന്റെ ഒരു ഇഫക്റ്റ്. അതെ അതെ അതെ. ഓക്കെ. സൂപ്പ് കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സാധാരണ ഡിന്നറൊക്കെ കഴിച്ചു. അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ മഴക്കാല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സീ യു.